Hi and welcome to Bangkok. Actually, welcome to a video wherein I would be showing you what's in my bag in Bangkok. അപ്പം ഞാൻ വിചാരിച്ചു അതിന് മുമ്പ് I'll just show you around the room. So this is the entrance. നമ്മൾ ഡോറിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പം it's like a very big living room with a mini like kitchenette ഒക്കെ പോലെ and ഒരു 360 degree alla but an almost 360 degree view with a really nice Bangkok city view. Why don't you like take a look at the view? കാരണം ബാങ്കോക്കിൽ ബേസിക്കലി ബാങ്കോക്കിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടോൾ ബിൽഡിങ്സ് ആൻഡ് യുനോ ഒരു ഹസിൽ ബസിലും അതാണ് ബാങ്കോക്കിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഐ എം ഷുവർ ഇത് രാത്രി കാണാൻ അടിപൊളിയായിരിക്കും. ഈ വ്യൂവിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പം there's a passage which leads to the bedroom. പാസേജിൽ മൊത്തം കവേർഡാണ്, വാർഡ്രോബ്. പിന്നെ ഇവിടെ it's the bathroom. It's a nice bathroom but I definitely do miss the Bangkok അല്ല the bathroom from Pattaya കാരണം അതൊരു ഭയങ്കര അടിപൊളി ബാത്റൂം ആയിരുന്നു. And then there's the bedroom with the same view. ഇത് രാത്രി വൈബായിരിക്കും കേട്ടോ ഈ വ്യൂ. So yeah, that's pretty much like the room. Again, budget holidays ആണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. Thank you once again for for doing everything so nicely. കാരണം a good room really gets me very excited. So വരൂ ബാഗേ വരൂ, നമുക്ക് നിൻ്റെ അകത്ത് എന്താണെന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കാം. ഇതാണ് the bag I've been using in this trip. So usually കുറച്ചധികം സാധനങ്ങൾ വെക്കണം, പിന്നെ കുറച്ച് അധികം നടക്കണം എന്നൊക്കെയുള്ള ട്രിപ്സിൽ ഐ ജെന്യുവൻലി പ്രിഫർ ബാക്ക് പാക്സ്. കാരണം നല്ല രീതിക്ക് വെയിറ്റ് കുറയും. കാരണം നമ്മൾ മറ്റേ തോള് തൂക്കിക്കൊണ്ട് നടക്കുന്ന ബാഗാണെങ്കിൽ നമ്മുടെ തോളങ്ങ് ഒരു വഴിയായി പോകും. പിന്നെ ഇപ്പം മറ്റേ സ്ലിംഗ് ബാഗ്സ് ആണെങ്കിൽ യു കാൺ ക്യാരി ടു മെനി തിങ്സ്. സോ ഈ ട്രിപ്പിൽ എനിക്ക് അത്യാവശ്യ സാധനങ്ങൾ ക്യാരി ചെയ്യാനുണ്ടായിരുന്നു, എന്നാൽ ഒരു വലിയ ഭാരം ചുമന്നുകൊണ്ട് നടക്കാനും വയ്യായിരുന്നു. അപ്പോൾ പിന്നെ സോ ഐ യൂഷ്വലി യൂസ് ബാക്ക് പാക്സ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാക്ക് പാക്ക് എല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ ഇപ്രാവശ്യം ദുബായിൽ പോയപ്പം ഐ ബോട്ട് ദിസ് ബാക്ക് പാക്ക് ആൻഡ് ഐ എം ജസ്റ്റ് വെരി വെരി ഹാപ്പി വിത്ത് ദ പർച്ചേസ്. കാരണം ഇറ്റ്സ് എ പെർഫെക്റ്റ് ബാക്ക് പാക്ക്. ലൈക്ക് കാണാനും നല്ല ക്യൂട്ടാണ് ആൻഡ് ഇറ്റ്സ് ഗോട്ട് സോ മെനി ലൈക്ക് സിപ്സ് ആൻഡ് ഓൾ ദാറ്റ് ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്. സോ ഈ ബാഗ് എനിക്ക് നല്ല അടിപൊളിയായിരുന്നു ഈ ട്രിപ്പിൽ. കാരണം കുറേ സാധനങ്ങളുണ്ട്, വെയിറ്റേ ഫീൽ ചെയ്യുന്നില്ല, എന്നാൽ വേണ്ടതെല്ലാം കയറുന്നുണ്ട്, എടുക്കാനും ഊരാനും വെക്കാനും സിബും എല്ലാം. ഇറ്റ്സ് സോ കംഫർട്ടബിൾ. സോ ഇറ്റ്സ് ബിൻ a great purchase. So let's go into what's in my bag. അപ്പോൾ ഇതിൽ കുറേ ഡ്രോ ഉണ്ട്. ഇത് ബാഗിൻ്റെ കൂടെ തന്നെ വന്ന കീ ചെയിൻ ആണ് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് എ ചിമ്പാൻസി ഓർ ഒറാങ്കുട്ടൻ ഓർ സംതിങ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡ്രോയിൽ എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ്സ് ലൈക്ക് കുഞ്ഞു ഡ്രോ. ദാറ്റ്സ് എ ക്ലിപ്പ്. ആക്ച്വലി ക്ലിപ്പ് ബാഗിൽ ഞാൻ ഇടാറില്ല, കാരണം പൊട്ടും. ഞാൻ പട്ടായയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ഈ ക്ലിപ്പ് എൻ്റെ പെട്ടിയിൽ പാക്ക് ചെയ്യാൻ മറന്നുപോയി. So that's why I put it here. Otherwise, it's not something in my bag. പിന്നെ I do put a couple of lipsticks basically. എൻ്റെ എല്ലാം ഒന്നുമല്ല, ഞാൻ ഒരു 2-3 എടുത്തിടും. So this is a lip gloss which I bought recently. It's a plumping lip gloss. ഒരു ദിവസം ഞാനിത് വാരിക്കോരിയിട്ട് എൻ്റെ തല വരെ വേദനിക്കാൻ തുടങ്ങി. ആ ലിപ്പ് പ്ലംപിങ് എഫക്റ്റ് കൂടിയിട്ട് ഞാൻ അയ്യോ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പം ഞാനിത് മയത്തിലേ ഇടാറുള്ളൂ, കാരണം കാര്യമായിട്ടിട്ടാൽ ഞാൻ മറ്റേ ഇങ്ങനെ ആയിപ്പോവും. These are just some lipsticks. This is like a darkish color. This is like a nudish color which I'm wearing. I know this is not important. I don't even know why I'm explaining. So there are a couple of lip stuff. There's a comb. എൻ്റെ കയ്യിൽ എപ്പോഴും ചീപ്പ് ഒക്കെ ഉണ്ടാകും. It's like a wide tooth comb or whatever. പിന്നെ there's an eye drops. ഞാൻ നമ്മുടെ മറ്റേ ലേസർ സർജറി ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവർ എൻ്റെ അടുത്ത് ഐ ഡ്രോപ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് ചെയ്യുമ്പോൾ കണ്ണിച്ചിരി ഡ്രൈ ആവും. ഇപ്പോൾ അത് ചെയ്തിട്ട് ആക്ച്വലി 1 വർഷമായി. പക്ഷേ അത് യൂസ് ചെയ്ത് സോ ദിസ് നോട്ട് ലൈക്ക് എ മെഡിക്കേറ്റഡ് ഐ ഡ്രോപ്സ് ഓർ എനിത്തിങ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ലൂബ്രിക്കൻറ്റ്. ഇറ്റ്സ് കോൾഡ് സിസ്റ്റൈൻ അൾട്ര. അപ്പോൾ എനിക്ക് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. സോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. And it's generally good കാരണം it keeps your eyes like lubricated. I'd like to believe I'm quite an expert with eye drops. അത് വലിയൊരു കഴിവൊന്നുമല്ല, ബട്ട് എന്നാലും there are people who like do this with eye drops. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഐ ജസ്റ്റ് ജനറലി കീപ് യൂസിങ് ഐ ഡ്രോപ്സ്. എല്ലാം ഒരു 2-3 മണിക്കൂർ ആകുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന പോലെ
എൻ്റെ കണ്ണ് ഐ ഡ്രോപ്സ് ക്രേവ് ചെയ്യും. സോ ഐ കാൺട്ട് ലിവ് വിത്തൗട്ട് ഐ ഡ്രോപ്സ് നൗ. പിന്നെ ദിസ് വാസ് another lip stuff ഞാൻ നേരത്തെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. ദിസ് ഇസ് what is this, like a lip gloss, again like a slightly lip plumping thing. പക്ഷേ ഇതൊന്നും ഇട്ടിട്ട് ലിപ്പ് പ്ലംപ് ആവാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ there is a toothbrush and a toothpaste. ഇതും ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഇത് ട്രാവൽ ചെയ്യുന്ന സമയത്തോട്ടോ, എവിടെ ചുമ്മാ വെളിയിൽ പോകുമ്പോൾ ഒന്നും ബാഗിൽ കാണത്തില്ല. ബട്ട് വെൻ ഐം ട്രാവലിംഗ് ഐ നീഡ് എ ടൂത്ത് ആൻഡ് ടൂത്ത് പേസ്റ്റ്. ലൈക്ക് ഇപ്പം ആഫ്റ്റർ എ ഫ്ലൈറ്റ് ഇപ്പോൾ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഐ ഹാവ് ടു ബ്രഷ്. ഇഫ് ഐ ഈറ്റൻ എ വെരി ഹെവി മീൽ, ലൈക്ക് ഇപ്പോൾ ഒരു ബിരിയാണി പോലെ എന്തെങ്കിലും കഴിച്ചാൽ ഐ ഹാവ് ടു ബ്രഷ് മൈ ടീത്ത്. സോ എനിക്ക് ഓറൽ ഹൈജീൻ ഇസ് സംതിങ് ഐ എം ഒബ്സെസ്ഡ് വിത്ത്. സോ ഇത് ഞാൻ പണ്ട് ഏതോ ഒരു ഹോട്ടലിൽ നിന്ന് മോഷ്ടിച്ച ടൂത്ത് ബ്രഷാണ്. ആൻഡ് യാ, സോ ദാറ്റ്സ് there. പിന്നെ there's a pen. ഈ പേന എനിക്ക് റിയ ഗിഫ്റ്റ് തന്നതാണ്. റിയ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഐ ഹാവ് സംതിങ് ഫോർ യു. എന്നിട്ട് ഇതിൻ്റെ ഒരു പാക്കറ്റ് പേന എന്നിട്ട് പറഞ്ഞു ഈ പേന ഭയങ്കര സ്മൂത്താണ് എഴുതാൻ. സോ ഇറ്റ്സ് ജസ്റ്റ് അമേസിങ് എന്നൊക്കെ പറഞ്ഞു. റിയ ഈ പേന കണ്ട് വളരെ ഫാസിനേറ്റഡ് ആയതുകൊണ്ട് റിയ എനിക്ക് ഇതിൻ്റെ ഒരു സെറ്റ് മേടിച്ച് തന്നു. സോ അതിലെ ഒരു പേന. Then there's a hand cream. Yet another thing that I'm obsessed with. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ ഭയങ്കര ഡ്രൈ ആവും ആൻഡ് എനിക്കതൊട്ടും താങ്ങാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ I love delicate soft hands. Like ഇഷാനി ജിമ്മിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇഷാനിയുടെ ഇവിടെയൊക്കെ ഭയങ്കര റഫാണ്. ഞാൻ പറയും എനിക്ക് പുഷപ്പ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കൈ മൃദുലമായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇഷാനി പറയും എനിക്ക് എൻ്റെ കൈ ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, എനിക്ക് പുഷപ്പും മങ്കി ബാറും ചെയ്യുന്നതാണ് പ്രധാനം. Yeah, different priorities for different people, but anyways I like my hands super soft, because of which I have a hand cream in my bag. ഇനി ഞാൻ ഈ സാധനങ്ങളെല്ലാം തിരിച്ചിടും, കാരണം അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലട്ടർ ഫ്രീ OCD എന്നെ വല്ലാതെ സ്ട്രെസ് ഔട്ട് ചെയ്യും. നമ്മളപ്പോൾ ഓരോ ഏരിയയും ഇതിനെ ആക്ച്വലി ഇവിടെ വെച്ചിരിക്കാം, ഓരോ ഏരിയയും നമ്മളിങ്ങനെ നീറ്റാക്കി വേണം പോകാൻ. നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു that's how I like it. കാരണം എല്ലാം ഇങ്ങനെ മെസ്സപ്പായി കിടന്നാൽ എനിക്കത് ഭയങ്കര ഒരു സ്ട്രെസ്സാണ്. ഇനി there are 2 side drawers. നമുക്ക് സൈഡ് ഡ്രോസിൽ എന്താണുള്ളതെന്ന് നോക്കാം. എനിക്കെന്തോ അകത്ത് എന്താണെന്ന് അറിയാത്ത പോലെയാണ്. There's a deodorant basically, another thing I cannot live without. എൻ്റെ ഒരുപാട് വീഡിയോസിൽ you would have seen it. It's underarm deodorant. Again, I'm obsessed with it. I don't like any kind of bad odor coming from there, so എനിക്ക് എവിടെ പോയാലും ഇപ്പോൾ ഈ ഡിയോഡ്രൻ്റ് എടുത്തില്ലെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് ഔട്ട് ആയി പോകും. സോ ഇത് ഞാൻ ബാഗിലിട്ടേക്കുന്ന കാരണം അഥവാ വെളിയിലൊക്കെ വെച്ച് വിയർക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഐ കൻ ജസ്റ്റ് ലൈക്ക് യൂസ് ഇറ്റ്. സോ ദാറ്റ്സ് ദാറ്റ്. ആൻഡ് ഈ സൈഡിൽ ദെയർ സം വിക്സ് ടാബ്ലറ്റ്സ്. കാരണം ഇവിടെ വരുന്നതിന് മുൻപ് എനിക്ക് ആക്ച്വലി കുറച്ച് തൊണ്ടവേദന, കോൾഡ്, അത് ഇതൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ടില്ല, ബട്ട് ലൈക്ക് നമുക്ക് ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് കുറച്ച് വിക്സ്. ഇനി ടു ദ മെയിൻ പാർട്ട് ഓഫ് ദ ബാഗ്. ഈ മെയിൻ പാർട്ടിൽ തന്നെ ഒരു സെക്കൻഡറി ഒരു അറയുണ്ട്. അവിടെ ഐ ഹവ് കെപ്റ്റ് എ വാട്ടർ ബോട്ടിൽ. അഗൈൻ വാട്ടർ ബോട്ടിൽ ഇസ് സംതിങ് ഐ വിൽ ഓൾവേസ് ഹാവ് വിത്ത് മീ. ഇത് കൊണ്ട് തന്നെ എനിക്ക് തീരെ ചെറിയ ബാഗ്സ് എനിക്ക് മേടിക്കാൻ പറ്റില്ല, കാരണം ഐ നീഡ് എ വാട്ടർ ബോട്ടിൽ. മേ ബി നോട്ട് ദിസ് ബിഗ്, ദിസ് ഇസ് ഐ തിങ്ക് ലൈക്ക് എ 500 ml ബോട്ടിൽ. വീട്ടിൽ ഞാൻ മറ്റേ 350 ml ഈ സൈസാണ്, പക്ഷെ അതിനും ഒരു മിനിമം സൈസ് വേണമല്ലോ ബാഗിന്. സോ വാട്ടർ ബോട്ടിൽ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, കാരണം ഐ കീപ് ഫീലിംഗ് വെരി തേഴ്സ്റ്റി and I have to carry my own like water bottle. So എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ചിരിക്കാറുണ്ട്, പക്ഷേ എന്നിട്ട് അവർക്ക് ദാഹം വരുമ്പോഴോ അവർ അവസാനം എൻ്റെ കാല് പിടിക്കേണ്ടി വരും. എല്ലാ ഫ്രണ്ട്സും അല്ല, റിയ വെള്ളം ക്യാരി ചെയ്യാറുണ്ട്, വേറെ ചില ഫ്രണ്ട്സ്. സോ വാട്ടർ ബോട്ടിൽ. ആൻഡ് ഈ ബാഗിൽ സിൻസ് ദെയർസ് എ സെപ്പറേറ്റ് അറ, ഇറ്റ്സ് നൈസ്. കാരണം എനിക്ക് കുറച്ച് സ്ട്രെസ്സാണ് ഈ വെള്ളവും മറ്റ് സാധനങ്ങളും, ഇപ്പോൾ വാളറ്റ്, പാസ്പോർട്ട്, ഫോൺ എല്ലാം കൂടി. ബിക്കോസ് ഐ ഹവ് ഗോട്ട് ബാഡ് എക്സ്പീരിയൻസസ് വെയർ മൈ bag has become like a swimming pool with my wallet and my phone and all swimming inside it. സോ ഇതാവുമ്പം കുറച്ചൊരു സ്ട്രെസ് ഫ്രീ ആണ്. ആൻഡ് ഇങ്ങനത്തെ ബോട്ടിൽസ് ആകുമ്പോൾ ആക്ച്വലി അധികം ലീക്ക് ചെയ്യാറില്ല. എനിക്ക് ഈ ഇങ്ങനെ ടക്കെന്ന് തുറക്കുന്ന കുപ്പികൾ എനിക്ക് നല്ല പണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ലുക്ക് കുറവാണെങ്കിലും ഇങ്ങനത്തെ കുപ്പി ആകുമ്പോൾ ആക്ച്വലി ലീക്ക് ചെയ്യത്തില്ല. സോ അവിടെയാണ് വാട്ടർ ബോട്ടിൽ വെച്ചേക്കുന്നത്. സോ ഇറ്റ് കൈൻഡ് ഓഫ് സ്റ്റേസ് സെപ്പറേറ്റ്. ആൻഡ് ദെൻ ദെയർസ് ദ മെയിൻ അറ ഓഫ് ദ ബാഗ്. സോ ഈ ബാഗിൽ ആക്ച്വലി മെയിൻ അറയിൽ ദെയർസ് ഇങ്ങനത്തെ ഒരു സെപ്പറേറ്റ് ഇതുണ്ട്, പിന്നെ ഇങ്ങനെ കുഞ്ഞു പോക്കറ്റ്സ് ഉണ്ട്. സോ ഇറ്റ്സ് ക്വൈറ്റ് കൺവീനിയൻറ്റ്. സോ let's dive deep into it. Okay, so there's a tripod. കാരണം I was vlogging through the trip, no? അപ്പം എപ്പോഴും ട്രൈപോഡിൻ്റെ ആവശ്യം വരില്ല, പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ റിയയുടെ എന്തെങ്കിലും ഷോർട്സ് എടുക്കാനാണെങ്കിൽ ഇതാകുമ്പം
വേറൊരാളുടെ കയ്യിൽ കൊടുക്കണ്ടല്ലോ, ഇത് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്താൽ ഇത് വെച്ചിട്ട് വി കൻ ജസ്റ്റ് ലൈക്ക് പെർഫോം. സോ യാ, there's a tripod. പിന്നെ there is a mic. This is my mic case. The mic is like, now I'm mic'd, so yeah, എൻ്റെ ദേഹത്താണ് mic. Yeah, because I'm, as you know, obsessed with quality, be it visual quality, be it audio quality. So mic ഉള്ളപ്പോൾ ആ ഒരു നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലിയർ എക്സ്ക്വിസിറ്റ് ക്വാളിറ്റി ഉള്ള ഓഡിയോ ഇല്ലേ, ദാറ്റ് ഈസ് എ തിങ് ഫോർ മീ. സോ മൈക്ക്, ഇതൊക്കെ കൊണ്ടാണ് ബാഗിന് ഭാരം കൂടുന്നത്, മനസ്സിലായോ? പിന്നെ there is my phone. I use 2 phones, one for call, WhatsApp, etc. രണ്ടാമത്തെ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, which is the phone. This is my calling phone. Power bank with 2 cords, കാരണം 2 ഫോണിന് 2 കോഡ്. അപ്പം പവർ ബാങ്ക് വിത്ത് 2 cords. പവർ ബാങ്ക് ഒക്കെ ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വെറുതെ വെളിയിൽ പോകുമ്പോൾ ഒന്നും ഐ ഡോണ്ട് ക്യാരി മൈ പവർ ബാങ്ക്, കാരണം അതിൻ്റെ ആവശ്യം വരാറില്ല. ബട്ട് വെൻ ഐം ട്രാവലിംഗ്, ഇപ്പം ചിലപ്പോൾ ആവശ്യം വരുമല്ലോ, കാരണം ഇപ്പോൾ ചിലപ്പോൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചാർജ് പെട്ടെന്ന് തീരാം. അപ്പോൾ അങ്ങനെ ഒരു മെസ്സപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ ക്യാരി പവർ ബാങ്ക്. ടിഷ്യൂ പേപ്പേഴ്സ്, ഇന്ന് നമ്മൾ പട്ടായയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് 4 ടിഷ്യൂ പേപ്പർ അങ്ങ് മോഷ്ടിച്ചങ്ങ് വെച്ചു. സോ യാ, ടിഷ്യൂ പേപ്പേഴ്സ്. സാനിറ്റൈസർ, ബിക്കോസ് ഒബ്വിയസ്ലി നമ്മൾ സാനിറ്റൈസറിൻ്റെ ആൾക്കാരാണ്. പിന്നെ there's a മോയ്സ്ചറൈസർ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറിൻ്റെ കുഞ്ഞു ഡബ്ബയാണ്. അപ്പം നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പം ഇതിലേക്ക് ഇട്ടാൽ മതി. ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു ക്യാരി ലൈക്ക് എ ബിഗ് ഫാറ്റ് മോയ്സ്ചറൈസർ. സോ a Hansika sized moisturizer. പിന്നെ there is actually socks. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബാഗിൽ നിന്നെടുത്ത് മാറ്റാൻ മറന്നു. സോ ഫ്ലൈറ്റിൽ യൂഷ്വലി മൈ ഫീറ്റ് ടെൻസ് ടു ഫീൽ വെരി കോൾഡ് ഇൻ നൈറ്റ് ഫ്ലൈറ്റ്സ്. അപ്പം എനിക്ക് ഇച്ചിരി ഒന്ന് ഉറങ്ങണമെങ്കിൽ കാല് തണുത്തുകൊണ്ടിരുന്നത് എന്നെ അത് സ്ട്രെസ് ഔട്ട് ചെയ്യും. അപ്പം സോക്സ് ഉണ്ടെങ്കിൽ ഐ കൻ ജസ്റ്റ് ലൈക്ക് പുട്ട് ഇറ്റ് ആൻഡ് ലൈക്ക് മൈ കാല് തണുക്കത്തില്ല. അപ്പം ദാറ്റ്സ് വൈ ദ സോക്സ്. ബട്ട് എനിവേസ് യു ഡോണ്ട് ഹാവ് ടു ബി ഇൻ മൈ ബാഗ് ഫോർ എ വൈൽ. പിന്നെ there is my shades. So I don't know if you all actually like എനിക്ക് ഷെയ്ഡ്സിൻ്റെ ബോക്സ് ക്യാരി ചെയ്യാൻ ഇഷ്ടമല്ല, കാരണം ഇറ്റ്സ് വെരി ഹെവി. സോ ഞാൻ അതിൻ്റെ ഇങ്ങനത്തെ ഒരു പൗച്ചുണ്ട്, ഇതിലങ്ങ് ക്യാരി ചെയ്യും. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രൊട്ടക്ഷനും കിട്ടും, എന്നാൽ വലിയ വെയിറ്റും ഇല്ല. എന്നാൽ ലൈക്ക് ഇത് നമ്മൾ ഷെയ്ഡ്സ് തുടയ്ക്കുന്ന മെറ്റീരിയൽ ഇല്ലേ, ആ മെറ്റീരിയൽ തുണിയാണ്. സോ ഇത് വെച്ച് തന്നെ തുടയ്ക്കുകയും ചെയ്യാം. സോ ഇറ്റ്സ് ജസ്റ്റ് വെരി കൺവീനിയൻറ്റ്. ഐ തിങ്ക് യു ഷുഡ് ക്യാരി യുവർ ഷെയ്ഡ്സ് ഇൻ ഇങ്ങനത്തെ ഒരു പൗച്ച്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിവേസ്, there is that. There is a mirror. ഞാൻ ഇതൊന്നും അധികം യൂസ് ചെയ്യാറില്ല, ബട്ട് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വന്നാലോ എന്ന് വെച്ചിട്ട് ഞാനൊരു മിറർ ഇങ്ങനെ ക്യാരി ചെയ്യും. ഐ മീൻ അതിൻ്റെ ഒരു കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല എന്ന്. പിന്നെ there is my passport. കാരണം നമ്മളിവിടെ പുറത്ത് പോകുമ്പോഴും മോസ്റ്റ്ലി ഇറ്റ്സ് ജസ്റ്റ് നൈസ് ടു ക്യാരി യുവർ പാസ്പോർട്ട്. കാരണം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കുരുക്കിലൂലും പോയി പെട്ട ഇതാണ് എൻ്റെ പാസ്പോർട്ട് എടുത്ത് കാണിക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ വി ആർ ഷോപ്പിംഗ് ആൻഡ് വി വോണ്ട് ടു ഗെറ്റ് ലൈക്ക് വാറ്റ് റീഫണ്ട് ആൻഡ് സ്റ്റഫ്, യു നീഡ് യുവർ പാസ്പോർട്ട്. പിന്നെ റൂമിലെങ്ങാനും വെച്ച് മറന്ന് കളഞ്ഞു പോകുന്നതിനായിട്ടും നമ്മൾ നമ്മുടെ കൈ ക്യാരി ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ there is a liner. പിന്നെ there is my AirPods. തുറക്കാൻ പേടിയാണ്, കാരണം ഫോണും ഇതായിട്ട് അങ്ങ് പെയറായാലോ. പിന്നെ there is 1 മെഫ്താൽ ടാബ്ലറ്റ്. അതായത് എങ്ങാനും എനിക്കോ കൂടെ ആർക്കെങ്കിലും പീരിയഡ്സിൻ്റെ നടുവേദന വന്നാൽ കഴിക്കാൻ ഒരു മെഫ്താൽ ടാബ്ലറ്റ്. ആൻഡ് ഫൈനലി there is my wallet. സോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഐ എം എ വെരി സ്മോൾ വാളറ്റ് പേഴ്സൺ, കാരണം ഐ എം എ വെരി ലൈക്ക് ക്യാരി ട്രാവൽ ലൈറ്റ് പേഴ്സൺ. ട്രാവൽ ലൈറ്റ് അല്ല, എന്നാലും മാക്സിമം ലൈറ്റ് ആക്കാൻ ഐ ട്രൈ. സോ കൊച്ചു വാളറ്റ് ആകുമ്പോഴത്തേക്കും ഇറ്റ്സ് ജസ്റ്റ് ഈസിയർ, റൈറ്റ്? ഇറ്റ്സ് ലൈറ്റർ. അപ്പോൾ ഞാനൊരു കൊച്ചു വാളറ്റ് ഫാനാണ്. സോ യാ, ദാറ്റ്സ് മൈ വാളറ്റ്. കാരണം ഇതാകുമ്പം ഐ വിൽ നെവർ കീപ് മൈ വാളറ്റ് ഇൻ മൈ പോക്കറ്റ്, ബട്ട് സ്റ്റിൽ പോക്കറ്റിലൊക്കെ വെക്കണമെങ്കിൽ ഇറ്റ്സ് ഈസി ആൻഡ് ഇറ്റ്സ് വെരി ലൈറ്റ് ഓൺ ദ ബാഗ്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. അത്ര തന്നെ, അത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിലുള്ളത്. സോ ദാറ്റ് വാസ് ബേസിക്കലി വാട്ട്സ് ഇൻ മൈ ബാഗ് ബാങ്കോക്ക് എഡിഷൻ. സോ നത്തിങ്, ഐ മീൻ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഈ വീഡിയോയിൽ ഒരു വലിയ വാല്യൂവോ ഒരു എന്താണ് കാഴ്ച മൂല്യമോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട്
Anyways, if you like this video, ഷെയ്ഡ്സ് ഒരിക്കലും തുറന്ന് ബാഗിലിട്ടേക്കരുത്. എനിക്ക് കുറേ എന്താ പറയേണ്ടതെന്നറിയില്ല, എനിക്ക് കുറേ വിവരദോഷികളായ കൂട്ടുകാരുണ്ട്. ഷെയ്ഡ്സ് അവരിങ്ങനെ വെറുതെ ഓപ്പൺ ആയിട്ട് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. ആൻഡ് the glass will have like 1 million scratches on it. Like what is even the point? അത് വെക്കുമ്പോൾ നമുക്ക് മറ്റേ തല ഇറങ്ങും. അപ്പം ഷെയ്ഡ്സിനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ലൈക്ക് ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ എ പൗച്ച്. ലൈക്ക് ബോക്സ് ക്യാരി ചെയ്യാൻ മടിയുള്ളതുകൊണ്ടാണല്ലോ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഇതിലിട്ടാൽ ഇറ്റ് ഡസൻറ്റ് ഈവൻ മേക്ക് എ ഡിഫറൻസ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ആസ് ഇഫ് യു ആർ ജസ്റ്റ് ക്യാരിയിങ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. So yeah, that's about it. If you like this video, don't be like my stupid friends. Okay, bye. Take a look at this beautiful view. That's a girl in Bangkok signing out. Bye bye. Toodles. So we're in Bangkok and I've been seeing these reels on Instagram of a certain restaurant in Bangkok called K Panish. Adandu ividate oldest restaurant aanu which serves mango sticky rice, and avadate mango sticky rice aa hotel endu Michelin star approved ഒക്കെയാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ മറന്നുപോയി ഇത് കഴിക്കാൻ. ബിക്കോസ് ഐ വാസ്, ആസ് യു നോ, ഐ വാസ് സോ ഒബ്സെസ്ഡ് വിത്ത് മാംഗോ സ്റ്റിക്കി റൈസ് ദാറ്റ് ഞാനത് കഴിച്ച് എനിക്ക് തോന്നുന്നു അറ്റ് വൺ പോയിന്റ് ഐ വാസ് ലൈക്ക് ഓക്കെ ഐ നീഡ് എ ബ്രേക്ക്. സോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. സോ ദിസ് ടൈം മീ ആൻഡ് റിയ വി വർ ലൈക്ക് വി കാൺട്ട് മിസ് ഇറ്റ്. അങ്ങനെ നമ്മളിവിടെ വന്ന് മാംഗോ സ്റ്റിക്കി റൈസ് മേടിച്ചു. ആൻഡ് നമ്മൾ കുറേ ട്രാവൽ ചെയ്താണ് വന്നത്. സോ ഇറ്റ് ബെറ്റർ ബി വർത്ത് ഇറ്റ്. ദിസ് ഈസ് ദ മങ് ബീൻസ് വിച്ച് യു പുട്ട് ഓൺ ടോപ്പ് ഓഫ് ദിസ്. ഇത് കിട്ടുമ്പോൾ നിങ്ങൾ ആരും എടുത്ത് കളയല്ലേ. ദാറ്റ് റിയലി ആഡ്സ് ടു ദ ടേസ്റ്റ്. Look at it. Okay. മാംഗോനെ കട്ട് ചെയ്യണോ? Very soft. Very tasty. But ഞാൻ ഞെട്ടാത്തത് because I think ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് നല്ലത് കഴിച്ചിട്ടുണ്ട്. And it's all almost been equally tasty. But ഇത് very tasty. Confidently ഇവിടെ വന്ന് കഴിക്കുന്നത്. Very tasty. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ ഞെട്ടാൻ പറ്റില്ല. Lovely. Had good ones. മാങ്ങയ്ക്ക് അത്ര മധുരം ഉണ്ടാ? എൻ്റെതിന് മധുരമുണ്ട്. Not overly sweet, like just enough sweet. Yeah, it's nice. But ഇതുവരെ വണ്ടി പിടിച്ച് വരണം എന്നില്ലായിരുന്നു അല്ലേ? അത്രയില്ലായിരുന്നു. But nice. So I think final verdict is that it is very yummy. But ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇത് വളരെ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വരണം എന്നില്ല. I love the rice and the texture is quite nice. Pretty good. You know, I love the light on my face in this direction. I think it's just the more you eat it, it's nice. It is nice. See, there's nothing bad about it. പക്ഷെ നമ്മൾ ഇത്രയും നല്ലത് കഴിച്ചിട്ടുണ്ട് പലയിടത്തും. സോ ഇത് ദ ബെസ്റ്റ് അങ്ങനെ ഒന്നുമില്ല. ഇതേപോലെ നല്ലത് പലയിടത്തും ഉണ്ട്. പിന്നില്ലേ മേ ബി ഇതങ്ങനെ ഓവർലി സ്വീറ്റ് അല്ല. ദ കോക്കനട്ട് മിൽക്ക് ആൻഡ് ഓൾ ദാറ്റ്. മേ ബി ഇറ്റ്സ് സപ്പോസ് ടു ബി ലൈക്ക് ദിസ്. You know, I really like it when my hair and all is like messily tied. Like ഞാൻ കെട്ടി വെച്ചത് പോലും അല്ല, നേരത്തെ എന്തോ ചെയ്തു വെച്ചാൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. There's nothing about it. It's just something. Like ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് I feel very like confident. No good. Such unnecessary information.
อันบนน่ะอันกลางไม่มีเหรอ